എയിംസ് എവിടെ വേണം എന്നതിനെ ചൊല്ലി ബി.ജെ.പിയിൽ ചർച്ച തുടരുകയാണ്. എയിംസ് ഒരാൾക്ക് തിരുവനന്തപുരത്ത് വേണം, അത് സംസ്ഥാന അധ്യക്ഷനടക്കം. മറ്റൊരാൾക്ക് ആലപ്പുഴ അല്ലെങ്കിൽ തൃശ്ശൂർ, അത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക്. ഇനി ചിലർക്ക് കാസർഗോട്ട്, സംസ്ഥാന സർക്കാരിന് കോഴിക്കോട്ട്. എയിംസിനെ ചൊല്ലി ബി.ജെ.പിയിൽ തർക്കം തുടരുന്നതിനിടെ ഇന്ന് സംസ്ഥാന സമിതി യോഗം ചേരും. യോഗത്തിൽ പങ്കെടുക്കാൻ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ കേരളത്തിലെത്തിയിട്ടുണ്ട്. എയിംസ് എവിടെ വേണമെന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. പാർട്ടിയിലെ കടുത്ത വിഭാഗീയതകൾക്കിടയിലാണ് ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, നേരത്തെ പി.ടി. ഉഷയെ അടക്കം കൊടുത്തിരിക്കുന്ന കത്തിന് കോഴിക്കോട്ടായിരിക്കും എന്നുള്ള വിവരം സൂചനകൾ നൽകിയതാണ്. പക്ഷേ അതൊക്കെ വിഭാഗീയതയ്ക്ക് മുമ്പുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ്. അതിൽ എന്തെങ്കിലും മാറ്റം വരുമോ? കേന്ദ്ര സഹമന്ത്രി പറയുന്നത് പോലെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശം. പക്ഷേ അവിടെ സംസ്ഥാന സർക്കാർ ഭൂമിയൊന്നും ഏറ്റെടുത്തിട്ടില്ല. ആകെയുള്ളത് കിനാലൂരിലാണ്. അത് നടപടി പൂർത്തിയായി കഴിയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ കിനാലൂരിൽ തന്നെ എയിംസ് വരാനുള്ള സാധ്യതയാണോ തെളിയുന്നത്? ഇന്ന് അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ടോ ഹരി? അരുൺ, എയിംസിന്റെ പേരിൽ ബി.ജെ.പി അടുത്ത കാലത്ത് ഇത്രയും പ്രതിരോധത്തിലായത് ആദ്യമായിട്ടാണെന്ന് പറയേണ്ടി വരും. കാരണം എയിംസ് കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറത്തേക്ക് എയിംസ് എവിടെ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കം രൂക്ഷമായിരിക്കുകയാണ്. അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന ഘടകം രണ്ട് തട്ടിലായിരിക്കുകയാണെന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ് ഇതിനൊരു തുടക്കം കുറിച്ചത്. ആ തുടക്കം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ എയിംസ് വേണം എന്നുള്ളൊരു വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അതിലൊരു കടുംപിടുത്തത്തിൽ തന്നെ സുരേഷ് ഗോപി നിൽക്കുകയാണ്. ആ സമയത്താണ് കാസർഗോഡ് വേണമെന്നൊരു വിഭാഗം, തിരുവനന്തപുരത്ത് വേണമെന്ന് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു സമവായത്തിലെത്തുക, അല്ലെങ്കിൽ ഇതിലൊരു തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് എടുക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി.ജെ.പി ദേശീയ അധ്യക്ഷനുമായ ജെ.പി. നദ്ദ കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം മുൻകൈയെടുക്കുന്നത്. അതായത് അദ്ദേഹം ഇന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ കൊല്ലത്ത് വെച്ച് പങ്കെടുക്കും. ആ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമോ മുൻപോ ആയിക്കൊണ്ട് സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതായത് ഈ ബി.ജെ.പി പാർട്ടി കേരള ഘടകം വളരെയധികം പ്രതിസന്ധിയിൽ പോയിരിക്കുന്ന ഈ ഘട്ടത്തിൽ എത്രയും വേഗത്തിൽ ഇതിലൊരു തീരുമാനത്തിലെത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ജെ.പി. നദ്ദയെ കണ്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് തങ്ങളുടെ പ്രഥമ പരിഗണന എന്നുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ എല്ലാം തന്നെ പറയുന്നുണ്ട്. അതായത് സുരേഷ് ഗോപി ഓൺ ചെയ്യാതെ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാതെ കേരളത്തിൽ എയിംസ് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് തങ്ങൾക്കുള്ളതെന്ന് ഇതിനോടകം തന്നെ അവർ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷെ അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് കേരളത്തിൽ എത്രയും വേഗം അനുവദിക്കൂ, സ്ഥലം പിറ്റേ ദിവസം തന്നെ കൊടുക്കാം, പിറ്റേ ദിവസം രാവിലെ തന്നെ കൊടുക്കാം എന്നുള്ള നിലപാടിലേക്ക് അവർ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് എയിംസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ ബി.ജെ.പി സർക്കാരിന് മുന്നിലുള്ള, പ്രത്യേകിച്ച് കേരള ബി.ജെ.പിയുടെ മുന്നിലുള്ള ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഒരു പ്രേക്ഷകൻ പറയുന്നു, അപ്പു പറയുന്നു, മധ്യ കേരളത്തിൽ തന്നെ വേണം എയിംസ് വരാൻ എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലുമൊക്കെ വരട്ടെ. കേരളത്തിൽ എവിടെ വന്നാലും അത് നമുക്ക് നാടിന് ഗുണമല്ലേ? അതിൻ്റെ പേരിൽ തർക്കം വന്ന് ഇങ്ങനെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റ് ഇല്ലാതെ പോകരുത്. ഇന്ന് ജെ.പി. നദ്ദ എത്തുന്നുണ്ട്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും സൂചനകൾ ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.